ട്രോള് കണ്ടായിരുന്നോ? ഏതാ ഡ്രസ്സിന്റെ കണ്ടായിരുന്നോ? എങ്ങനെ ഉണ്ടായിരുന്നു സംഭവം? ഒരു പരീക്ഷണം നടത്തിയതാ, ചെറുതായിട്ട് പാളിയില്ല, അത്രയും ശ്രദ്ധിക്കപ്പെട്ടില്ലേ? ഞാനങ്ങനെ വിചാരിക്കുന്നുള്ളൂ. മൈലേജ് കിട്ടി, സിനിമയ്ക്കാണല്ലോ മൈലേജ് കിട്ടിയത്. അങ്ങനെയുള്ള കുറച്ചേർക്ക് അങ്ങനെ അതിനെ പറ്റി അറിഞ്ഞല്ലോ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാവില്ല എന്ന് പറയുന്നത് ശരിക്കും അതൊരു ഞങ്ങളുടെയൊക്കെ ഇതില്ലേ ഒരു പ്രതിഷേധവും കൂടെ കാണിക്കുക എന്നുള്ളതായിരുന്നു. എന്നുവെച്ചാൽ അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചു. കാരണം സ്ത്രീകൾക്ക് എത്ര ഡ്രസ്സ് ഇടാനും ഇപ്പം സ്വാതന്ത്ര്യം എല്ലാവരും പറഞ്ഞ് ആയി വരുന്നുണ്ട്. അതായത് പുരുഷന്മാർ ആ തരത്തിൽ ഡ്രസ്സ് ചെയ്താൽ അവിടെ അതൊരു മോശമായ രീതിയിലേക്ക് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് ഇല്ലേ? കാരണം ഞാൻ സിമ്മിളുടെ ബിഗിനായിട്ടൊരു കുട്ടിയൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അതിന് നല്ല രീതിയിലുള്ള കമന്റുകൾ മോശമായിട്ട് വരുമായിരിക്കാം. പക്ഷെ എങ്കിൽ പോലും അത് ഫാഷൻ ആണെന്നുള്ള ഒരു കൺസിഡറേഷൻ കിട്ടും. പുരുഷന്മാർക്ക് അത് സാധിക്കാറില്ല. അവർക്ക് ഷോർട്സ് ഇട്ടാൽ പോലും അതിന് ഒത്തിരി നെഗറ്റീവ് കമന്റേ വരുള്ളൂ. അപ്പോൾ ട്രെൻഡിങ് പറയുന്നത് ഇപ്പോഴത്തെ ഡ്രസ്സ് അതിനകത്ത് ഒരു ഓവറാണ് കാണുന്നവർക്ക്. ഇപ്പം ട്രെൻഡ് ആയതുകൊണ്ട് മാത്രമാണ് അത് ഫോളോ ചെയ്യുന്നത്. അന്വേഷകൻ ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ലൊരു അതേപോലത്തെ ഒരു ട്രെൻഡ് ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ട്രെൻഡ് ആയതുകൊണ്ട് മാത്രമാണ് ഈ ഡ്രസ്സ് ഇട്ടത്. പക്ഷെ ഇത് കുറച്ച് ഓവറാണെന്ന് എനിക്ക് തന്നെ അറിയാം. കാണുന്നവർ എങ്ങനെ നോക്കും. നോർമലി ഡ്രസ്സല്ല, ട്രെൻഡ് ആയതുകൊണ്ട് മാത്രം ഫോളോ ചെയ്യുന്നു. ആ ട്രൈ ചെയ്ത് നോക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇഷ്ടമുണ്ടായിട്ടല്ല, പക്ഷേ സിംപ്ലി പറഞ്ഞ കുറച്ച് ഓവറായാലേ ആൾക്കാർ ശ്രദ്ധിക്കും. അതെ അതെ, ഒറ്റവാക്കി പറഞ്ഞതാണ്. പക്ഷെ അത് ഒരു ട്രെൻഡ് ആവുന്നത് ഉറപ്പായിട്ടും അതൊരു വലിയ ഓഡിയൻസ് ആക്സെപ്റ്റ് ചെയ്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ മെജോറിറ്റി ഓഡിയൻസ് ആക്സെപ്റ്റ് ചെയ്തത് ട്രെൻഡ് ആവത്തില്ല, അതെപ്പോഴും ഒരു എക്സ്പെരിമെന്റ് ആവത്തുള്ളൂ. അപ്പോ ഒരു ട്രെൻഡ് എപ്പോഴും ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിന് ഓക്കെയാണ്. അന്ന് ഡ്രസ്സ് ചൂസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നോ? അതായത് എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇനീഷ്യലി. പക്ഷെ പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ എന്തെങ്കിലും വരട്ടെ, എന്തും. അപ്പൊ ഞാനിതിങ്ങനെ ഇട്ടോണ്ട് മുമ്പിലേക്ക് വരുമ്പോ തന്നെ ഫ്രണ്ട്സിനോടൊക്കെ എങ്ങനെയുണ്ട്, ഇത് കൊള്ളാം പക്ഷെ നീ ഏറിക്കറും ഏറിക്കറും അത് ഉറപ്പാ. പക്ഷെ കുഴപ്പമില്ല, പക്ഷെ ഏറിക്കറാൻ റെഡി ആയിട്ട് വേണം പോവാൻ. അതിനുശേഷം അയ്യോ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞല്ലോ അങ്ങനെ പറഞ്ഞല്ലോ എന്ന് വിഷമിക്കില്ല, എന്തായാലും പറയും. അതിനുവേണ്ടി പ്രിപ്പയർഡ് ആയിട്ട് വേണം പോയാന്ന് ആദ്യമേ ഫ്രണ്ട്സ് എന്നോട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തായിരുന്നു. അതുകൊണ്ട് കുറച്ച് പ്രിപ്പയർഡ് ആയിരുന്നു. ഞാനിത് ഇട്ടോണ്ട് പോകുമ്പോ തന്നെ ഇപ്പൊ ലുലുവിലൊക്കെ ഇട്ടോണ്ട് പോകും, സൈഡിൽ കൂടെ പോകുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ അങ്ങനത്തെ ഒക്കെ റെസ്പോൺസസ് എനിക്ക് കാണാൻ കഴിഞ്ഞായിരുന്നു. ഉമ്മ വിളിച്ച് നീ എന്നാന്ന് പറഞ്ഞപ്പോഴേക്ക് ഞാൻ മിണ്ടരുത് ഞാൻ ഒന്നും പറയരുത്, ഞാൻ കേട്ട് മടുത്തിരിക്കും, പറയരുത് പറഞ്ഞ് ഫോൺ കിട്ടി. പിന്നെ വിളിച്ചു, പിന്നെ ആ കാര്യം സംസാരിച്ചിട്ടില്ല. ഞാൻ അപ്പഴേ പറഞ്ഞു സംസാരിക്കുന്നത് എനിക്കല്ല, സംസാരിക്കുന്നുണ്ട്, ഉമ്മയോട് സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള വൈറൽ കേസുകളൊക്കെ ഉമ്മച്ചി ഭയങ്കര കൂളായിട്ട് എടുക്കുന്ന ആളാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയൊന്നുമില്ല, ഉമ്മ ഫാഷൻ സെൻസ് എന്താ ഇങ്ങനെ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. വളരെ എന്താ ക്രിട്ടിക്കലായിട്ട് അതിനെ കാണാറുണ്ട്. അതിന് ഒരു ക്രിറ്റിസിസം എന്നുള്ള രീതിയിൽ അതിനെ സമീപിക്കാറുണ്ട്. അല്ലാതെ വേറെ ഒന്നും അങ്ങനെ ഇടപെടുന്ന പരിപാടിയൊന്നുമില്ല. വെറുതെ ഇങ്ങനെ കണ്ടിട്ട് അങ്ങനെ അതിനൊരു അഭിപ്രായം പറയും, നീ ഇങ്ങനെ തന്നെ ചെയ്യണം അങ്ങനെ ചെയ്യണം അങ്ങനെയൊന്നും. അങ്ങനെ തന്നെ പറഞ്ഞത്. എന്തായാലും സാധനം സെറ്റായി. രണ്ടു ജോഡി കൂടെ എടുത്തു വെച്ചു. നോക്കുന്നുണ്ട്, ഇനി പല സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഇനിയും വെറൈറ്റി പോലെ പ്രതീക്ഷിക്കാം. എന്താ വെറൈറ്റികൾ ഇനിയും പ്രതീക്ഷിക്കാം. അതെ, ഇനി പലതും ഞാൻ പിൻട്രസ്റ്റ് നോക്കിയ സേവ് ചെയ്ത സ്റ്റൈലിസ്റ്റ് ഞാൻ തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്നും തയ്ച്ചു തരണം.